വെനസ്വേലിയൻ പ്രതിസന്ധി. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മറ്റൊരു യുദ്ധത്തിനെ കുറിച്ചാണ്. വെനസ്വേല ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യം ഇപ്പോൾ അമേരിക്കൻ ആക്രമണത്തിന്റെ വക്കിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ കരീബിയൻ കടലിൽ വന്നിറങ്ങിയതും വ്യോമാതിർത്തിയിൽ അമേരിക്കൻ വിമാനങ്ങൾ നടത്തുന്ന അസാധാരണമായ ഹോട്ട് പിക്ക് റീഫ്യൂലിംഗ് പരിശീലനവും എന്തിനെ സൂചിപ്പിക്കുന്നു? വെനസ്വേലിയൻ പ്രസിഡന്റ് മഡൂറോ വീഴുമോ? ആരാണ് മഡൂറോയെ രക്ഷിക്കാൻ എത്തുക? ലോകയുദ്ധത്തിന്റെ മുഴക്കം വെനസ്വേലയെ ലക്ഷ്യമിട്ട് അമേരിക്ക നവംബർ 1 ലോകത്തിന്റെ നെറുകയിൽ ഒരു പുതിയ യുദ്ധത്തിന്റെ ആരവം മുഴങ്ങിയിരിക്കുകയാണ്. വെനസ്വേലയിലെ നിക്കോളാസ് മഡൂറോ സർക്കാരിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒട്ടും ഇഷ്ടമല്ല. മഡൂറോയെ ലക്ഷ്യമിടാൻ അവർ കാലങ്ങളായി പദ്ധതിയിടുന്നു. ആ അന്തരീക്ഷമാണ് ഇപ്പോൾ യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത്. ഇതാ ഇപ്പോൾ കരീബിയൻ കടലിൽ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജൊറാൾഡ് ആർ ഫോർഡ് വന്നെത്തിയിരിക്കുകയാണ്. ഒപ്പം ഫ്യൂർട്ടോ ആകാശത്ത് ഹോട്ട് പിറ്റ് റീഫില്ലിംഗ് നടത്താൻ അമേരിക്ക നോട്ടം പുറത്തിറക്കി. ഇതിന്റെ അർത്ഥം യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരിക്കുന്നു. എന്തിനാണ് അമേരിക്ക മഡൂറോയെ വീഴ്ത്താൻ ശ്രമിക്കുന്നത്? ഇത്രയും കാലം മഡൂറോയെ തൊടാൻ ഒരു അമേരിക്കൻ ഭരണകൂടത്തിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിക്കുന്നത്? ട്രംപിന്റെ കണ്ണിലെ കരടാണ് മഡൂറോ. കാരണം പലതാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണം. മഡൂറോയുടെ സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രീതിയിലുള്ളതാണ്. ജനക്ഷേമം എന്ന പേരിൽ പൊതുഖജനാവിലെ പണം വാരിക്കോരി നൽകി രാജ്യത്തെ കടക്കണിയിലാക്കി. മുതലാളിമാർക്ക് അവിടെ സ്ഥാനമില്ല. ഈ രാജ്യം ഇന്ന് റഷ്യയെക്കാളും ചൈനയെക്കാളും കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയപ്പെടുന്നു. എണ്ണയും സമ്പത്തും. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരം വെനസ്വേലയിലാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭരണകൂടം അവിടെ വരണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. മയക്കുമരുന്നു മാഫിയ. വെനസ്വേലയുടെ തകർന്ന സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നത് എണ്ണ വ്യാപാരം മാത്രമല്ല, മയക്കുമരുന്ന് കടത്താണ് അവരുടെ പ്രധാന വരുമാന മാർഗം. മഡൂറോയുടെ സൈന്യവും സർക്കാരും ഈ കടത്തിൽ പങ്കാളികളാണെന്ന് US ആരോപിക്കുന്നു. അമേരിക്കയിലേക്ക് വരുന്ന മയക്കുമരുന്ന് തടയുക എന്ന പേരിൽ മഡൂറോയുടെ വരുമാന സ്രോതസ് തകർക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇതാണ് ട്രംപിന്റെ പുതിയ യുദ്ധതന്ത്രം. പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കാതെ ഭീകരതാവളങ്ങൾ മാത്രം ആക്രമിക്കുന്നത് പോലെ വെനസ്വേലയെ ആക്രമിക്കുന്നില്ല. മയക്കുമരുന്നു താവളങ്ങളാണ് ലക്ഷ്യമിടുന്നത് എന്ന് ട്രംപ് പറയുന്നു. യുദ്ധത്തിന്റെ തയ്യാറെടുപ്പ്. എരുതിയിൽ എണ്ണയൊഴിക്കുന്നു. യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഏറ്റവും പുതിയ നീക്കങ്ങൾ ശ്രദ്ധിക്കുക. ചുറ്റും വളഞ്ഞു. സെപ്റ്റംബർ മുതൽ US സൈന്യം കരീബിയൻ കടലിൽ മയക്കുമരുന്ന് ബോട്ടുകൾ എന്ന് പറഞ്ഞ് വെനസ്വേലയുടെ കപ്പലുകൾ ലക്ഷ്യമിട്ട് തകർക്കുന്നു. അതോടെ മഡൂറോയുടെ വരുമാനം നിലച്ചു. പോർട്ട് ഓഫ് സ്പെയിനിലെ ഭീഷണി യുദ്ധക്കപ്പൽ. വെനസ്വേലയോട് ചേർന്ന ദ്വീപായ ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോയിലെ പോർട്ട് ഓഫ് സ്പെയിനിൽ അമേരിക്ക തങ്ങളുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജൊറാൾഡ് ആർ ഫോർഡ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഈ വലിയ കപ്പലിൽ 90 വിമാനങ്ങളെ വരെ വഹിക്കാനാകും. 4500-ലധികം സൈനികർക്ക് താമസിക്കാം. ഇതൊരു ചലിക്കുന്ന എയർഫീൽഡാണ്. വെനസ്വേല ഇതിൽ രോഷം പൂണ്ട് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലേക്കുള്ള വാതക വിതരണം നിർത്തി. അതിതീവ്രമായ പരിശീലനം. ഫ്യൂർട്ടോ വ്യോമാതിർത്തിയിൽ ഹോട്ട് പിറ്റ് റീഫ്യൂലിംഗ് പരിശീലനം നടത്താൻ അനുമതി നൽകിക്കൊണ്ടുള്ള നോട്ടം പുറത്തിറക്കി. അതായത് വിമാനങ്ങൾ നിലത്തിറക്കാതെ തന്നെ പറക്കുന്നതിനിടയിൽ ഇന്ധനം നിറക്കാൻ പരിശീലിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വെനസ്വേലയിലെ സൈനിക കേന്ദ്രങ്ങൾ ഉടൻ ആക്രമിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്ന വാർത്തകൾ വെറും മിഥ്യകളല്ല, എന്നാൽ മറിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. മഡൂറോ വീഴുമോ? റഷ്യ എവിടെ? ഇവിടെയാണ് ഏറ്റവും നിർണായകരമായ ചോദ്യങ്ങൾ വരുന്നത്. എന്തുകൊണ്ട് മുമ്പ് നടന്നില്ല? മഡൂറോ ഇത്ര എളുപ്പത്തിൽ വീഴുമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം ഒരു USS പ്രസിഡന്റിനും അദ്ദേഹത്തെ താഴെയിറക്കാൻ കഴിഞ്ഞില്ല? ഇതിന് ഉത്തരം ഒന്നേയുള്ളൂ: റഷ്യയുടെ പിന്തുണ. റഷ്യ ഈ തവണ രക്ഷിക്കുമോ? റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഈ പ്രത്യേക സാഹചര്യം നോക്കുകയാണെങ്കിൽ സിറിയയിലെ ബഷർ അൽ അസദിനെ രക്ഷിക്കാൻ പുടിന് കഴിഞ്ഞതുപോലെ വെനസ്വേലയിലെ മഡൂറോയെ രക്ഷിക്കാൻ
റഷ്യക്ക് കഴിയുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മഡോറോ വെറുമൊരു ചീട്ടുകൊട്ടാരം പോലെ തകരുമോ? അതോ തിരിച്ചടിക്കാൻ മഡോറോയ്ക്ക് ശക്തിയുണ്ടോ? അമേരിക്ക ഈ തിരിച്ചടിക്ക് തയ്യാറാണോ? വെനസ്വേലിയൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം മുതൽ ട്രംപിൻ്റെ നീക്കങ്ങൾ വരെയുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ യുദ്ധത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, വെനസ്വേലിയൻ പ്രതിസന്ധി ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ ഒരു നീണ്ട തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വെറും മയക്കുമരുന്ന് വേട്ടയല്ല, മറിച്ച് ലോകശക്തികളുടെ ഒളിയുദ്ധമാണ്. അമേരിക്കയുടെയും ട്രംപിൻ്റെയും നീക്കങ്ങൾ ഒരു മാസത്തേക്കോ ഒരു ദിവസത്തേക്കോ ഉള്ള യുദ്ധത്തിന് തിരികൊളുത്താം. ഈ സാഹചര്യം, റഷ്യയുടെ നിലപാട്, വെനസ്വേലയുടെ തിരിച്ചടി, ഇതെല്ലാം ലോക ഭൂപടത്തെ എങ്ങനെ മാറ്റിവരക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇത്തരം നിർണായകരമായ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള വിശകലനത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.